അസ്സലാമു അലൈക്കും. എല്ലാവർക്കും കാലിക്കറ്റ് ഫ്ലേവേഴ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് നല്ല പാൽവായ്ക്കാണ് ഉണ്ടാക്കുന്നത്. നമ്മളെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പാലായ്ക്ക. നല്ല പാലും പഴവും സൗന്ദര്യമൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്വന്തം പാലായ്ക്ക. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ടേസ്റ്റി ആയിട്ടുള്ള പാലായ്ക്ക എങ്ങനെ ഉണ്ടാക്കിയെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ. ബിസ്മില്ല. അപ്പോൾ ഇതാ നമ്മളെ പാലായ്ക്ക ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതാ ഇവിടെ ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് ചൂടാവട്ടെ. ഇനി ഇതാ ഞാനൊരു 1/2 കപ്പ് സാവുനരി എടുത്തിട്ടുണ്ട്. സാവുനരി എന്ന് പറഞ്ഞാൽ നമ്മളെ സാഗോ അല്ലെങ്കിൽ ചൗവരി എന്നൊക്കെ പറയും, അതാണിത്. ഇത് 2 തരത്തിൽ കിട്ടും കേട്ടോ, വലിയതും കിട്ടും ചെറുതും കിട്ടും. അപ്പോൾ എനിക്കിഷ്ടം ഇതേപോലത്തെ വലുതാണ്. വലിയ സാവുനരി ആകുമ്പോൾ കുറച്ച് വേവ് അധികം ഉണ്ടാവും, എന്നാലും അതാണ് ടേസ്റ്റ്. ചെറുതാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും, പക്ഷെ അത് തീരെ ഒരു കടിക്കാൻ കിട്ടാത്ത പോലെയാണ്. അപ്പോൾ അതെനിക്ക് അത്ര ഒരു ടേസ്റ്റായിട്ട് തോന്നിയിട്ടില്ല, അപ്പോൾ ഞാനിത് തന്നെയാണ് വാങ്ങല്. അപ്പോൾ ഇതിന് കുറച്ച് വേവ് അധികമാണ്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടൊക്കെ വേവിച്ചെടുക്കാം. പക്ഷെ ഞാനിങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യലില്ല. ഞാനിത് കഴുകിയെടുക്കുക, വേവിച്ചെടുക്കുക, എത്ര മാത്രമേ ചെയ്യണമുള്ളൂ. അപ്പോൾ നമുക്കിനി ഇത് കഴുകിയെടുത്തിട്ട് വരാം. നമ്മളെ വെള്ളം അത് അവിടെ ചൂടായി തിളച്ച് തുടങ്ങി കേട്ടോ. അതിലേക്ക് നമുക്ക് കഴുകി വെച്ചിട്ടുള്ള നമ്മളെ സാവുനരി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ അതാ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ സ്റ്റീലിൻ്റെ പാത്രത്തിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ചിലപ്പോൾ അടി പിടിക്കാനും കട്ട പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ അതാ നമ്മളെ സാവുനരി നല്ല മുത്തുമണികൾ പോലെ ആയിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ കണ്ണ് തെളിഞ്ഞ് വരാമെന്ന് പറയും. ഈ വൈറ്റ് പാർട്ട് ഇങ്ങനെ ചെറുതായിട്ട് കണ്ണ് പോലെ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ, കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കണം എന്നില്ല. ഇടയ്ക്കൊന്ന് മൂടി വെക്കാം, ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം, അങ്ങനെ ചെയ്യാം. പിന്നെ തീ നല്ല മീഡിയം ഫ്ലെയിമിൽ വെക്കാനും ശ്രദ്ധിക്കാം. ഇത് ഏകദേശം ഒരു 15-20 മിനിറ്റ് എടുക്കും കേട്ടോ ഒന്ന് വെന്ത് കിട്ടാൻ. നമുക്കിത് വെന്തതിന് ശേഷം മാത്രം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഇത് പിന്നെ വേവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ശ്രദ്ധിച്ചിട്ട് ചെയ്യുക, അടി പിടിക്കാതെ കട്ട പിടിക്കാത്ത രീതിയിൽ ശ്രദ്ധിച്ചിട്ട് ഇത് വേവിച്ചെടുക്കുക. ഇപ്പോൾ നമ്മളെ സാവുനരി ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്, ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്, വെള്ളമൊക്കെ ചെറുതായിട്ട് വറ്റി തുടങ്ങി. ഈ സമയം ഇതിലേക്ക് നമുക്ക് 2ാം പാല് ചേർത്ത് കൊടുക്കുക. അതായത് കട്ടി കുറഞ്ഞിട്ടുള്ള പാല്, തേങ്ങാപ്പാലിൽ കട്ടി കുറഞ്ഞിട്ടുള്ള പാല്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 കപ്പ് തേങ്ങ എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ആദ്യം നല്ല കട്ടിയുള്ള പാൽ എടുത്തിട്ടുണ്ട്, അത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ കട്ടി കുറഞ്ഞിട്ടുള്ള പാലാണ്, അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് എടുത്തിട്ടുള്ള പാലാണ്. ഇപ്പോൾ ഇത് വെറും ഹാഫ് കുക്കായിട്ടേ ഉള്ളൂ. ഇനി നമ്മൾ ഈ കട്ടി കുറഞ്ഞിട്ടുള്ള തേങ്ങാപ്പാലിൽ ഇതൊന്നും കൂടെ കുക്ക് ചെയ്തെടുക്കണം. പിന്നെ നിങ്ങൾക്കിത് പെട്ടെന്നൊക്കെ റെഡിയാക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ടി കുറഞ്ഞിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമുക്കിത് പ്രഷർ കുക്കറിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം. പക്ഷേ എനിക്ക് അതിനേക്കാളും ടേസ്റ്റായിട്ട് തോന്നുന്നത് ഇങ്ങനെ ചെയ്യുന്നതാണ്. കുറച്ച് ടൈം എടുത്താലും ഇതാണ് കുറച്ചുകൂടി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മളെ സാവുനരി ഏകദേശം ഒരു 3/4 ഭാഗത്തോളം വേവായിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ഇങ്ങനെ വൈറ്റായിട്ട് ഇങ്ങനെ കണ്ണ് തെളിഞ്ഞ് വരുന്ന പോലെ കണ്ണ് പോലെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ ഉള്ളിലിങ്ങനെ വൈറ്റ് ഡോട്ടായിട്ടും പുറമെ ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടൊക്കെ കാണാം. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ അത് അവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിതിൽ മെഷർമെൻറ്റ്സ് ഒക്കെ കാണിച്ചിട്ടുള്ളത് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നവർക്കൊക്കെ ഒരുപാട് ഡൗട്ട്സ് ആയിരിക്കും. അതുകൊണ്ട് മാത്രമാണ് ഇതങ്ങനെ കൃത്യമായിട്ട് ഈ മെഷർമെൻറ്റ്സ് ഫോളോ ചെയ്യണമെന്നൊന്നുമില്ല. നമ്മളൊരു കണക്കിന് അങ്ങോട്ട് ചെയ്താൽ മതി. നമുക്കൊരു പ്രാവശ്യം ഉണ്ടാക്കിയെടുക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഐഡിയ കിട്ടും. വല്ലാതെ ഓവറായിട്ട് ടെൻഷൻ അടിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല, സിമ്പിളാണ്. പിന്നെ അത് വെന്തലിഞ്ഞ് പോകുമെന്നൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചെറിയ ടൈപ്പ് സാവുനരി കിട്ടും, അതാകുമ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ തിളക്കുമ്പോഴത്തേക്ക് അത് കുക്കായി പോവും. അതൊക്കെയാണ് ഇങ്ങനെ വെന്തലിഞ്ഞ് പോണത്. ഇപ്പോൾ അതാ ഒരുവിധം വേവായിട്ടുണ്ട്, കണ്ടില്ല, ഇങ്ങനെ നന്നായിട്ട് കണ്ണ് പോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേന്ത്രപ്പഴം മുറിച്ചിട്ടിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ നേന്ത്രപ്പഴത്തിൻ്റെ പകുതി മാത്രമാണ് എടുത്തിട്ടുള്ളത്. നമ്മളാകെ കുറച്ചല്ലേ ഉണ്ടാക്കണുള്ളൂ, അപ്പോൾ ഇത് മതി. പിന്നെ ഈ പഴം കുറച്ച് വലുതാണ്, അതുകൊണ്ടാണ്. പിന്നെ ഇത് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ മുറിച്ചിടൽ. നിങ്ങൾക്ക് എങ്ങനെയാണോ താല്പര്യം അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ നല്ല കറക്റ്റായിട്ട് പഴുത്തിട്ടുള്ള പഴം എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അധികം പഴുത്തതും ആവരുത്, എന്നാൽ അധികം പച്ചയാവരുത്. നല്ല കറക്റ്റായിട്ട് നല്ല മധുരമുള്ള നേന്ത്രപ്പഴം വേണം ഇതിലേക്ക് ചേർക്കാൻ. ഇനി ഈ പഴം ചേർത്തിട്ട് നമുക്ക് 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പഴം ഉടഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇളക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ഇളക്കി കൊടുക്കുക.
ഇതിലേക്ക് ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമ്മളെ കട്ടി തേങ്ങാപ്പാലുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അതാണ് പാൽപ്പൊടി. ഇത് തേങ്ങാപ്പാൽപ്പൊടിയല്ല, നമ്മൾ പശുപാലിൻ്റെ പൊടി ഉണ്ടല്ലോ അതാണ്. അതൊരു 2 ടേബിൾ സ്പൂൺ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ അതാ നമ്മൾ പാൽപ്പൊടിയും തേങ്ങാപ്പാലും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ നമ്മളെ പാലായ്ക്കൊക്കെ നല്ലൊരു കളർ കിട്ടിയത്. നമ്മൾ ഈ പാൽപ്പൊടി ചേർത്തിട്ട് പാലായ്ക്ക ഉണ്ടാക്കുമ്പോൾ നല്ലൊരു കളറുമാണ്, നമ്മളെ പാലായ്ക്കൊക്കെ നല്ലൊരു ടേസ്റ്റും കിട്ടും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഒരു തിക്നെസ് ശ്രദ്ധിച്ചോ, കുറച്ച് ലൂസായിട്ടുള്ളൊരു തിക്നെസ്സാണ് ഉള്ളത്. ഇത് കുറച്ചൊന്ന് ചൂടാറി കഴിയുമ്പോൾ ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ചൂടോടെ വിളമ്പുകയാണെങ്കിൽ ഇത്ര ഒരു തിക്കിൽ മതി. ഇനി നന്നായിട്ട് ചൂടാറിയിട്ട് ചിലർക്ക് നല്ലോണം തണുപ്പിച്ച് കഴിക്കാനായിരിക്കും ഇഷ്ടം. അപ്പോൾ ഇതിനേക്കാൾ കുറച്ചൊന്ന് ലൂസാക്കിക്കോളൂ. അപ്പോൾ വേണമെങ്കിൽ കുറച്ച് വെള്ളത്തിൽ പാൽപ്പൊടി കലക്കിയിട്ട് ഒഴിക്കുക, അല്ലെങ്കിൽ തേങ്ങാപ്പാലിൻ്റെ അളവ് കൂട്ടിയെടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ഇനി നമ്മളെ പാലായ്ക്ക ഒന്ന് ചൂടായിട്ട് ഒന്ന് തിളവന്ന് തുടങ്ങിയാൽ അപ്പോൾ തന്നെ അടുപ്പ് ഓഫ് ചെയ്യുക. വല്ലാതെ തിളപ്പിക്കരുത്. കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വല്ലാതെ തിളപ്പിച്ചെടുക്കരുത്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം. അപ്പോൾ ഈ ചൂടിലിരുന്നിട്ട് തന്നെ ഈ സാവുനരിയും പിന്നെ ഈ പഴമൊക്കെ ഒന്നും കൂടി വെന്ത് കിട്ടും. അപ്പോൾ ആ ഒരു തിക്നെസ്സും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ദാ നമ്മളെ പാലായ്ക്ക റെഡി ആയിട്ടുണ്ട്. ദാ കണ്ടോ, കറക്റ്റായിട്ടുള്ള തിക്നെസ്സാണ്, കറക്റ്റ് വേവായി കിട്ടിയിട്ടുണ്ട്, കറക്റ്റ് മധുരമാണ്. ഒരു കാര്യത്തിൻ്റെ കുറവ് മാത്രമുണ്ട്. അതെന്താണ്? അത് തന്നെ, നമ്മൾ ഏലക്കായ പൊടി ചേർക്കാൻ മറന്നിട്ടുണ്ട്. ഞാനത് ടേസ്റ്റ് ചെയ്തപ്പോഴാണ് ഓർത്തത്. അപ്പോൾ നമുക്കിനി കുറച്ച് ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് നമ്മൾ സാധാരണ തൂമിച്ചെടുക്കലില്ല, അതായത് നെയ്യിൽ അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ ചേർത്തിട്ട് നമ്മൾ തൂമിച്ചെടുക്കല്ലോ, അങ്ങനെ ചെയ്യാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ വേണമെങ്കിൽ കുറച്ച് ചുവന്നുള്ളി ഒഴിച്ചിട്ട് തൂമിച്ചെടുത്താലും ടേസ്റ്റാണ്. ഞാനിപ്പോൾ അതൊന്നും ചേർക്കണില്ല, എനിക്കത് ഇഷ്ടമല്ല. നമ്മളത് അങ്ങനെ ചേർക്കാതെ ശീലിച്ചുകൊണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ട് തന്നിട്ടുണ്ട്. ഇനി ഞാൻ സാവുനരിൻ്റെ വേവ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഓഫ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊരു കണ്ണ് പോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടോ, ആ ചൂടിൽ ആ ദമ്മിലിരുന്നിട്ട് ഇപ്പോൾ നമ്മൾ സാവുനരിയൊക്കെ കണ്ടോ കറക്റ്റ് ക്ലിയർ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു വേവ്. എന്നാലും ഉള്ളിൽ ചെറുതായിട്ടൊരു കണ്ണ് കാണാം കേട്ടോ, നല്ലോണം ശ്രദ്ധിച്ച് നോക്കിയാൽ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഉടഞ്ഞു പോയാൽ പിന്നെ അത് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി നിങ്ങൾക്ക് പാൽപ്പൊടിക്ക് പകരം പാല് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മൾ കട്ടി കുറഞ്ഞിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചല്ലോ, ആ സമയം തന്നെ പാല് ചേർത്തിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കാം. പക്ഷേ പാൽപ്പൊടി ഉണ്ടെങ്കിൽ അതന്നെ ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ പാൽപ്പൊടി ഇല്ലെങ്കിൽ മാത്രം പാല് ചേർക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ പശുപാലിൽ മാത്രം ഉണ്ടാക്കിയാൽ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല, തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് വേണം മുന്നിട്ട് നിൽക്കാൻ. ഇനി ഇത് നിങ്ങൾക്ക് വൈകുന്നേരം സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് ഉണ്ടാക്കി കഴിക്കാം. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഇത് രാവിലെ പുട്ടിന് പഴമൊക്കെ കൂട്ടല്ലോ, അതേപോലെ പുട്ടിന് പാലായ്ക്ക കൂട്ടുന്നത് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ പാലായ്ക്ക ഇഷ്ടമായാലും എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.